ഓക്കെ, ഇപ്പോൾ BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ PK കൃഷ്ണദാസ്, ഇപ്പോൾ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ചില ചിത്രങ്ങൾ വന്നപ്പോൾ ഒന്നോ രണ്ടോ തവണയോ കണ്ടിട്ടുള്ളൂ എന്നത് സംബന്ധിച്ചുള്ള മറുപടി ഉണ്ടായി. ഇന്നിപ്പോൾ കൂടുതൽ ചിത്രങ്ങൾ വരികയാണ്. ശരിയായ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ ശബരിമലയിലെ കുറിച്ചുള്ള എല്ലാ ചിത്രങ്ങളും പുറത്തു വരും. കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് സ്വർണ്ണ കൊള്ളയെ സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ ബന്ധവും അതേപോലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധവും പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് യഥാർത്ഥ ചിത്രമാണ് പുറത്തു വരേണ്ടത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത്. ഇപ്പോ ഇത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. കാരണം പോറ്റി വളർത്തിയതില് കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് വളരെ വളരെ വലുതാണ്. പോറ്റി വളർത്തിയതില് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ജയിലിനകത്തുള്ള പത്മകുമാറിനും എൻ വാസുവിനും മാത്രമല്ല, പുറത്തു നിൽക്കുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കും പങ്കുണ്ട്. അതാണ് പുറത്തു വരേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് UDF കൺവീനറെ ഇന്ന് ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അത് മാത്രമല്ല, UDF കൺവീനർ മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ എന്തിനേറെ സോണിയാഗാന്ധിയിലേക്കും ഈ അന്വേഷണം എത്തേണ്ടതാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ളൊരു അന്വേഷണം, സത്യസന്ധമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള എല്ലാ ചിത്രങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ PK കൃഷ്ണദാസ്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ VSSCയുടെ അന്തിമ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. അതായത് നേരത്തെ ഈ SIT സൂചിപ്പിച്ചത് ഏതാണ്ട് 989 ഗ്രാം സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും ഈ കൊള്ളയുടെ ഭാഗമായി പുറത്തേക്ക് പോയതെന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. അതിൽ കൂടുതൽ സ്വർണം ഈ സംഘടിത കൊള്ളയുടെ ഭാഗമായി ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ പോവുകയാണ് കോടതി. അല്ല, ഒരു കാര്യം ഒന്നുകൂടി SIT അന്വേഷിക്കേണ്ടത്, ഒരു കാര്യം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് SIT അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. യഥാർത്ഥത്തില് കഴിഞ്ഞ 10-25 വർഷമായിട്ട് ശബരിമലയിൽ നിന്ന് എത്രമാത്രം സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കണക്ക് വ്യക്തത വരുത്തണം. അതായിരുന്നു SIT നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട അന്വേഷണം. അതായത് എത്രയാണ് ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രമല്ല, കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ എങ്കിലും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിന്റെ അളവെത്ര, അത് ഈ കട്ട മുതൽ മോഷ്ടിക്കപ്പെട്ട മുതൽ കണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഈ കേസിലെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് എത്രയാണ് നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ച് കൃത്യതയില്ല. അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ടത് എവിടെ പോയി അത് കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് SITയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് SITക്ക് ഒരു പരിധിക്കപ്പുറത്ത് പോകാൻ കഴിയില്ല. ഏതായാലും നമ്മൾ അറിയുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിലും എത്രയോ മടങ്ങ് സ്വർണം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വർണം മാത്രമല്ല, പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലാണ് നഷ്ടപ്പെട്ടത്. ആദ്യം പറഞ്ഞിരുന്നത് എന്താ, നമ്മുടെ ദേവസ്വം ബോർഡിന് കേവലം അശ്രദ്ധ വന്നു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നീടാണല്ലോ അദ്ദേഹം ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള എത്ര സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. അത് തൊണ്ടി മുതൽ തിരിച്ചെടുക്കണം. എന്നാലേ ഈ കേസ് അന്വേഷണം പൂർണ്ണമാവുകയുള്ളൂ. അതിലേക്കൊന്നും നമ്മുടെ SIT വെട്ടേണ്ടിടത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം, ആരോപണം. ഓക്കെ, വളരെ നന്ദി ശ്രീ PK കൃഷ്ണദാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.